ഇതിന് എത്രയായിരുന്നു ആദ്യം വില ഇട്ടിരുന്നത്? നമ്മൾ 7,45,000 ഇട്ടിരുന്നായിരുന്നു. ഇപ്പം ഇയർ എൻഡ് ഓഫറായിട്ട് 50,000 ഓഫർ കുറച്ചിട്ട് 6,95,000 കസ്റ്റമറിന് കൊടുത്തത്. അടിപൊളിയാട്ടോ. അതായത് ആ ഇന്റീരിയർ കിടിലനല്ലേ. പിന്നെ നമ്മൾ ഈ വണ്ടി 5,10,000 ഇട്ടിരുന്നത്. ഈ വണ്ടിക്ക് നമ്മൾ നിലവിൽ ഓഫർ കഴിച്ചിട്ട് 4,90,000 കൊടുത്തേക്കാം. 4,90,000. ഇതിനകത്ത് 25,000 ഓഫർ കഴിച്ച് 3,50,000 കൊടുത്തേക്കാം. 16 ഓട്ടോമാറ്റിക് വണ്ടി. ഏറെക്കുറെ രൂപ ഇറക്കണ്ട, കസ്റ്റമർ പ്രൊഫൈലുണ്ടെങ്കിൽ ഫുൾ ലോണിൽ ഇറക്കി 6 ലക്ഷം രൂപയെങ്കിലും ഇതിന് വിലയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? 2,75,000 കേട്ടോ. അത് പ്രൈസ് ഒന്നുകൂടി എടുത്ത് പറയണം, കാരണം അത് ആൾക്കാർ കേൾക്കണം. അതെ. കൊല്ലത്ത് നിന്നാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂ ഇപ്പം അത്യാവശ്യം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് വീഡിയോ ഇവരുടെ കാണിച്ചിരുന്നുണ്ട്. അപ്പം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മോഡൽ കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് തരുന്നത്. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കൊല്ലത്തെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടറിയാം. അതായത് അത്രയധികം പ്രൈസ് ബെനിഫിറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു 50 വണ്ടികളും ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുടെ കയറി കാണണം. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. പക്ഷേ വന്നു നിൽക്കുന്നത് തലസ്ഥാനത്താണ്, തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്ത് ഇവരുടെ ട്രസ്റ്റ് വാല്യൂടെ ഷോറൂമിൽ കുറേ വണ്ടികളുണ്ട്. നല്ല നിരക്കി നിർത്തിയിട്ടേക്കണോ, നല്ല കിടിലൻ സാധനങ്ങൾ. അപ്പോൾ എന്തായാലും കൂടുതൽ കഥയൊന്നും പറയുന്നില്ല. നമ്മുടെ സുഹേൽ ബ്രോൻ്റെ കൂടെ നല്ല കുറേ വണ്ടികൾ കാണിച്ചു തരാം. കാരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ, മാക്സിമം ഷെയർ ചെയ്തോളൂ. എടുത്തു പറയുന്ന ഒരു കാര്യം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാടധികം ആൾക്കാർക്ക് അതൊരു ഉപകാരം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ കഥ ഞാൻ പറയുന്നില്ല, സമയം പോകുന്നുണ്ട്. വേഗം ഞാൻ കുറച്ച് അധികം വണ്ടികൾ കാണിച്ചു തരാം. സുഹേൽ ബ്രോ, അപ്പോൾ നമ്മൾ കൊല്ലത്തെ വീഡിയോ കണ്ടിട്ട് ഒരുവിധം കുറേ കാര്യങ്ങൾ ഞെട്ടി കാണും. സെറ്റ് വീഡിയോ ആയിരുന്നു. കൊല്ലത്തെ വീഡിയോ കാണാത്തത് ഒരിക്കലും മിസ് ചെയ്യരുത്. കൊല്ലത്തെ വീഡിയോ യൂട്യൂബിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് കയറി കാണുക. അതല്ലാതെ റീൽസും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാടധികം നല്ല കിടിലൻ കുറേ വണ്ടികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് മാക്സിമം, അതായത് നമ്മൾ അവിടുത്തെ ഓഫർ ഇവിടെയും ബാധകമാണോ? ഇവിടെയും സെയിം ബാധകം തന്നെയാണ്. അന്ന് ആദ്യത്തെ വണ്ടി ഇത് കാണിച്ചാലോ? 2022 ന്യൂ ഷേപ്പ് ബലേനോ. 22 2022 ന്യൂ ഷേപ്പ് ബലേനോ. വെറും 22,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു വകയില്ല. നമ്മൾ ഈ വണ്ടി 7,45,000 കൊടുക്കാൻ വേണ്ടി ഇട്ടിരുന്നായിരുന്നു. 50,000 ഓഫർ ഉണ്ട്. 6,95,000 കൊടുത്തേക്കാം. ഏറെക്കുറെ 6,45,000 വരെ ലോണും കൊടുത്തേക്കാം. 2022 24/3/2022 ഡെൽറ്റ വണ്ടിയാണ്, ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഇതിന് എത്രയായിരുന്നു ആദ്യം വില ഇട്ടിരുന്നത്? നമ്മൾ 7,45,000 ഇട്ടിരുന്നായിരുന്നു. ഇപ്പം ഇയർ എൻഡ് ഓഫറായിട്ട് 50,000 ഓഫർ കുറച്ചിട്ട് 6,95,000 കസ്റ്റമറിന് കൊടുത്തത്. അടിപൊളിയാട്ടോ. അതായത് ആ ഇന്റീരിയർ കിടിലനല്ലേ, കളറും ഒക്കെ സെറ്റ് അല്ലേ? പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ പറയുന്നത് ഫൈനൽ പ്രൈസ് അല്ലേ? ഫൈനൽ പ്രൈസ് ആണ്. ഇതിനകത്ത് വേറെ ബാർഗൈനിങ് ഒന്നുമില്ല. നമ്മൾ ക്ലിയർ ആണ്. വണ്ടി അണ്ടർ വാറന്റി ആണ്. 2026 വരെ വണ്ടി വാറന്റി ഉണ്ടല്ലേ. നമുക്ക് വേഗം പറഞ്ഞു അല്ലേ, ഡീറ്റെയിൽ ആക്കണ്ട. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇയോൺ കാണിച്ചു തരാം. ഇതാണെങ്കിലോ ഇത് 2016 ഇയോൺ ആണ്. 16 അതെ, 60,000 കിലോമീറ്റർ. കസ്റ്റമറിന്റെ പാർക്ക് ആൻഡ് സെയിൽ ആണ്. ഈ വണ്ടി നമുക്ക് വലിയ രീതിയിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യില്ല. 2.5 ലക്ഷം രൂപയാണ് കസ്റ്റമർ ചോദിക്കുന്നത്. അതായത് 16 വണ്ടി. പിന്നെ നിങ്ങൾ വന്ന് കണ്ടിട്ട് കസ്റ്റമറോട് നമുക്ക് ഡയറക്റ്റ് സംസാരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് കുറയ്ക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും ഈ വണ്ടി 2016 ഇയോൺ മാഗനാണ് വണ്ടി. 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2.5 ലക്ഷം രൂപ കസ്റ്റമർ ആസ്കിംഗ് പ്രൈസ് ആണ്. നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം ഇത് തീരുമാനിക്കുക. അല്ല, ഇതിലിപ്പോ നമുക്കൊരു കാര്യം ചെയ്തൂടെ, വരുന്ന സമയത്ത് കസ്റ്റമർ തീർച്ചയായിട്ടും നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് ആൾക്കാരാണല്ലോ, ശരിയാവില്ല. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഡിസൈർ ഇവിടെ കിടപ്പുണ്ട്. 2017 മോഡൽ ഡിസൈർ ആണ് ഇത്. 2016 മോഡൽ ഡിസൈർ ആണ്. വെറും 40,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി, ലോ കിലോമീറ്റർ ആണ് വണ്ടി, സിംഗിൾ ഓണർ ആണ്. കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ആണ്. ഒരൊറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നല്ല ക്വാളിറ്റിയിൽ അകം ഇന്റീരിയർ ആയാലും ഒരുപാട് ജോലിയൊക്കെ ചെയ്തേക്കുന്ന വണ്ടിയാണ്. നല്ല പണിയെടുത്തുള്ള വണ്ടിയാണ്. വണ്ടിയിൽ നമ്മൾ അതായത് നല്ല എക്സ്ട്രാ ഇന്റീരിയറൊക്കെ നല്ല ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ടെന്നാണ്. നല്ല വൃത്തിയുണ്ട് വണ്ടി. അതെ. നമ്മൾ ഈ വണ്ടി 5,10,000 ഇട്ടിരുന്നത്. ഈ വണ്ടിക്ക് നമ്മൾ നിലവിൽ ഓഫർ കഴിച്ചിട്ട് 4,90,000 കൊടുത്തേക്കാം. 4,90,000. അത് 2016 സിംഗിൾ ഓണർ. 42,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. പിന്നെ ലോൺ വേണമെങ്കിൽ 4.5 ലക്ഷം വരെ നമുക്ക് ലോണും കൊടുക്കാം. ഓൾമോസ്റ്റ് നല്ല ലോൺ. ഇനി 2016 മോഡൽ സെലറിയോ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇത് വരുന്നത് 16 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നല്ല വൃത്തിയുണ്ട്. ആണ് വണ്ടി, സിംഗിൾ ഓണറും ആണ് വണ്ടി. എനിക്ക് തോന്നി കമ്പനി വീലൊക്കെ അല്ലേ ഇത്? കമ്പനി വീല. ഇത് അന്ന് ഇറക്കുമ്പോൾ 16 കമ്പനി അലോയ്സ് ഇറങ്ങുന്നത്. ഇപ്പോഴാണ് അലോയ്സ് ഇല്ലാത്തത്. അതെ, ZXi ആണ് വണ്ടി. ഓട്ടോമാറ്റിക് AMT ആട്ടോ. AMT ആണ്. അതെ. ഇന്റീരിയർ ഒക്കെ ക്ലീൻ ആണ്, ഒരു കുറ്റം പറയാനില്ല. കിലോമീറ്റർ എത്ര?
കിലോമീറ്റർ ഒന്നിനകത്ത് ഓടിയിട്ടുണ്ട്. ഒന്നിനകത്ത് ഓടിയിട്ടുണ്ട്. നമ്മളെ 3.25 ലക്ഷം രൂപ ഇട്ടേക്കുന്നത്. ഇതിനകത്ത് 25,000 ഓഫർ കഴിച്ച് 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. 16 ഓട്ടോമാറ്റിക് വണ്ടി. ഏറെക്കുറെ ഫുൾ ലോണും കൊടുത്തേക്കാം. അത് ഉറപ്പായി ഫുൾ ലോൺ മേലെ കയറും. ഏറ്റവും മിനിമം 3.5 ലക്ഷം രൂപ ലോൺ. നല്ല വൃത്തി ഉണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ്. അത് നിങ്ങൾ മിസ് ചെയ്യണ്ട. അടുത്ത് പറയണേ 2018 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 18 ആണ്. അതെ, 18 വണ്ടി. ഈ വണ്ടിക്ക് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയായിരുന്നു. ഈ വണ്ടി നമ്മളിപ്പം 50,000 ഓഫർ കഴിച്ച് 3.5 ലക്ഷം രൂപ കിട്ടൊക്കെയാണ് ഈ വണ്ടി. 3.5 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപയ്ക്ക് 2018 വണ്ടി, സിംഗിൾ ഓണർ, 42,000 കിലോമീറ്റർ. നോക്കിയാൽ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ ഇന്റീരിയർ ഒക്കെ വേറെ ലെവലാണ്. നല്ല ക്ലീൻ ഇന്റീരിയർ ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഭാഗത്തുകൾ ഒന്നും തന്നെ പറയാനില്ലല്ലോ. ഒന്നുമില്ല അജു, ഒരു വകയില്ല. ഓക്കെ, ഇതിപ്പോ നമുക്ക് പിന്നെ പ്രൈസ് എത്ര ഉണ്ട്? 3,50,000. 4 ലക്ഷം രൂപ ഇട്ടിട്ടാണ് ഇയർ ആൻഡ് ഓഫർ ആയിട്ട് നമുക്ക് 3.5 ലക്ഷം രൂപ കൊടുക്കാം. 1 രൂപ തരണ്ട. ഒറ്റ രൂപയുടെ സിവിൽ സ്കോർ ഉള്ളവർക്ക് 4 ലക്ഷം രൂപ ലോൺ പാസ്സായി കിടക്കുന്ന വണ്ടിയാണ്. വേണമെങ്കിൽ 50,000 അങ്ങോട്ട് തരാം. 3 രൂപ തന്നാൽ മതി. അത് വേണമെന്ന് ആരോടും നിർബന്ധം പറയില്ല. എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫുൾ ലോണിൽ എടുത്തോണ്ട് പോകും. അതെ 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 അതെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. നല്ല കിടിലൻ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റൺ ആണ്. ഒരു കംപ്ലൈന്റും ഇല്ലല്ലോ. ഒരു കംപ്ലൈന്റും ഇല്ല. ക്ലീൻ വണ്ടി. 42,000 സിംഗിൾ ഓണർ വണ്ടി. ഒരു പുത്തൻ i20 ഉണ്ടല്ലോ. 2022 മോഡല് i20 ആണ് ഈ വണ്ടി. വെറും 40,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. സോറി, 22 അല്ല, 21 വണ്ടി. എനിക്ക് തെറ്റിപ്പോയതാണ്. ഈ വണ്ടി നമ്മൾ നേരത്തെ ഇട്ടിരുന്നത് 6,50,000 രൂപയാണ് അജു. ഈ 40 പ്രോപ്പർ ഹിസ്റ്ററി കിട്ടുമല്ലോ. പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മാഗിനാന്ന് തോന്നുന്നു അല്ലേ? ഇത് മാഗിനാണ് വണ്ടി. മോശമൊന്നുമില്ല കേട്ടോ. അതായത് പുതിയ ഷേപ്പ് വണ്ടിയാണ്. പിന്നെ അതിന് നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഈ വണ്ടി 6.5 ലക്ഷം രൂപ ഇട്ടിരുന്നത് നേരത്തെ പ്രൈസ്. 50 രൂപ ഓഫർ ഉണ്ട്. 6 ലക്ഷം രൂപ കൊടുത്തേക്കാം. ഇതും ഒറ്റ രൂപ ഇറക്കണ്ട. കസ്റ്റമർ പ്രൊഫറിലുണ്ടെങ്കിൽ ഫുൾ ലോണിൽ ഇറക്കി. 6 ലക്ഷം രൂപയെങ്കിലും ഇതിന് വിലയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? 2021 വണ്ടി ന്യൂ ഷേപ്പ് ആണ്. അതെ, നിങ്ങൾ ഒറ്റ രൂപ ഇറക്കണ്ട. 0 ഡൗൺ പേയ്മെന്റിൽ 50,000 ഓഫർ ഇട്ടിട്ട് 6 ലക്ഷം രൂപയ്ക്ക് ഓഫർ കഴിച്ച് 6 ലക്ഷം രൂപ കൊടുക്കുക. അടിപൊളി കേട്ടോ. അത് കൊള്ളാം കേട്ടോ. നല്ല പ്രൈസുമാണ്, നല്ല വണ്ടിയാണ്. അതുപോലെ തന്നെ കേട്ടനാണെങ്കിലോ 2014 കേട്ടനാണ്. ഇതും സിംഗിൾ ഓണർ, ജെന്യൂൻ സർവീസ് ഉള്ള വണ്ടി. ഒറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒരു ടച്ചിങ് പോലും ഇതുവരെ വന്നിട്ടില്ല. നാളെ ഇതുവരെ ഒരു ടച്ചിങ് പോലും വന്നിട്ടില്ല. 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. 14 മോഡൽ ഉണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? അതെ അതെ അതെ. ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ്. 32,000 ഓടിയിട്ടുള്ളൂ. 32,000 കിലോമീറ്റർ. ഇതിന്റെ ഇന്റീരിയൽ മാത്രമല്ല 2 ഡോർ പവർ വിൻഡോയും വരും കേട്ടോ. അതെ അതെ അതെ. കേട്ടൻ VX അല്ലേ? അപ്പൊ അകത്ത് ഒന്നുമില്ല. നമുക്ക് ഈ വണ്ടി 2,40,000 രൂപ കൊടുത്തേക്കാം. 2,40,000. 2014 സിംഗിൾ ഓണർ, 32,000 കിലോമീറ്റർ അല്ലേ? ഇതിപ്പോ നമുക്ക് ഓഫർ ഉണ്ടാവും അതിൽ. നമ്മൾ ഇതിനകത്ത് 260 ഇട്ടുന്ന 20 രൂപ നമ്മൾ കുറച്ച് തൈ പറഞ്ഞു 240 നമുക്ക് കൊടുത്തു. അതെ അതെ അതെ. ഈ വണ്ടി അജുവിന്റെ അടുത്ത് ചോദിച്ചേ. ഈ വണ്ടി കൊടുത്തു. അതുകൊണ്ട് നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം. അതെ അല്ലേ? അതെ. ഇനി ഇതാ വാഗണർ ആണോ? വാഗണർ ആണെങ്കിൽ 2016 മോഡൽ വാഗണറാ. 16 ആണ്. 2016 മോഡൽ വാഗണർ. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. VX 42,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ വാഹനം ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഇതേ ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിപ്പുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. ചെറിയൊരു ചിമ്മൽ മാത്രമുണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട്. ഇത് നമ്മൾ മാറാതെ വെച്ചേക്കെന്ന് വെച്ചാൽ റീപ്ലേസ് ആവുമെന്ന് വെച്ചിട്ട് നമ്മൾ മാറാതെ വെച്ചേക്കുന്നത്. കസ്റ്റമറിന് വേണമെങ്കിൽ നമുക്ക് മാറി കൊടുക്കാം. 3,70,000 രൂപ ഇട്ടിരുന്ന വണ്ടി നമ്മളിപ്പോൾ 40,000 ഓഫറും കഴിച്ച് 3,30,000 രൂപയ്ക്ക് ഗ്ലാസ് മാറി കൊടുത്തേക്കാം. 3,30 ഗ്ലാസും മാറ്റിയെടുക്കാം അല്ലേ? ഗ്ലാസ് മാറ്റി കൊടുക്കാം. അത്യാവശ്യം നല്ല കിടിലൻ സാധനം കേട്ടോ. ഇത് PX ആണ്. ആ പ്രൈസും വലിയ കൂടുതലാന്ന് പറയാം. 16 വണ്ടിയല്ലേ? അതെ അതെ. പിന്നെ ഈ ഗ്ലാസ് മാറിയില്ല മാറ്റണ്ടെന്നുണ്ടെങ്കിൽ 3,4 ലക്ഷം രൂപ കൊടുത്തേക്കാം. 3,400 കൊടുക്കാം. 3,4 ഈ ഗ്ലാസ് മാറ്റണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ വേണമെങ്കിൽ മാറ്റാം. വ്യത്യാസമേ 5 രൂപ വ്യത്യാസം. അത് ഇതിന് വരുന്ന പണിക്കൂലിയാവുള്ളൂ. അതുകൊണ്ട് ഈ മൂലയ്ക്ക് ചെറിയൊരു സ്ക്രാച്ച് ആർക്കെങ്കിലും നോക്കിയാൽ ഞാൻ പറയുമ്പോൾ മാറ്റി കൊടുത്തായിരുന്നു. അല്ല, കസ്റ്റമറിന്റെ ചോയ്സ് ആണ്. കാര്യം നമ്മൾ മാറി എന്ന് പറയണ്ട. മനസ്സിലായില്ലേ? കസ്റ്റമർ നമ്മൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ ഇരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി തരും. ഇതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൈസ് 3,30 ഗ്ലാസ് മാറ്റി തരും. 3,60 ഇട്ടുന്ന 30,000 ഓഫർ ഉണ്ട്. ഒന്നീ ഗ്ലാസ് മാറ്റി 3,30 തരാം. അതല്ലെങ്കിൽ ഗ്ലാസ് മാറ്റാതെ 3,4 രൂപ. അടിപൊളി. അതൊക്കെ മാക്സിമം ലോണും കയറും കേട്ടോ. മാക്സിമം അല്ല, ഏറെക്കുറെ ഫുൾ ലോൺ കയറ്റി തരാം. ഇത് ഗ്രാൻഡ് ഐറ്റൺ 2014 വെറും സിംഗിൾ ഓണർ 72,000 കിലോമീറ്റർ മാത്രം ഓടിയ അന്നത്തെ സ്പോർട്സ് ആണ് ഈ വണ്ടി. ഓട്ടോമാറ്റിക്കാ? മാനുവൽ അല്ലേ? മാനുവൽ സ്പോർട്സ് വേരിയന്റ് അല്ല, ഇത് മാഗ്നയാണല്ലോ. ഇത് മാഗ്ന, സോറി, സ്പോർട്സ് അല്ല, മാഗ്ന. മറ്റേത് സ്പോർട്സ് ആയിരുന്നു, ഞാൻ മാഗ്ന എന്ന് പറഞ്ഞത്. ഇതാണ് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം എന്താ പറയുക നല്ല വൃത്തിക്കാണ് നിൽക്കുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. മാഗ്നയിൽ എന്തൊക്കെ വരും അത് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ഇത് വേറെ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. നമ്മൾ 3,4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനിട്ടുന്ന നേരത്തെ ഈ വണ്ടി നമുക്ക് 50,000 ഓഫറാണ്. എത്ര? 3,4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാനിട്ടു. 3,4 കൊടുക്കാനിട്ടു.
ഇപ്പൊ 50 രൂപ ഓഫർ വെച്ച് 2.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുത്തേക്കാം. മോഡൽ ഏതാ പറഞ്ഞേ? 2014 i10 മാഗ്ന സിംഗിൾ ഓണർ 72,000 കിലോമീറ്റർ. ഓ അത് ഒരു രക്ഷയില്ലാത്ത പ്രൈസ് ആട്ടോ. 3 ലക്ഷം രൂപ ലോൺ പാസ്സായി കിടക്കുക ഈ വണ്ടി. അതെ അല്ലേ? 2,75,000 രൂപയ്ക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വണ്ടി ഈ വിലക്ക് ഇവിടെ അല്ലാണ്ട് വേറെ എവിടെ കിട്ടുമോ? അപ്പൊ ആൾക്കാർ ചോദിക്കും ഇടിച്ചതോ ചതഞ്ഞതോ പറഞ്ഞതോ. ഒന്നുമല്ല, വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിന് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല റീപ്ലേസ് ഒന്നും. ഒരു റീപ്ലേസും ഇല്ലല്ലോ. ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നില്ല. വേറെ ഒരു അപാകതയില്ല. അടിപൊളി വണ്ടി, ധൈര്യമായിട്ട് എടുക്കാം. ഒരു പ്രശ്നമല്ല. 2,75,000 രൂപ കേട്ടോ. അത് പ്രൈസ് ഒന്നുകൂടി എടുത്ത് പറയണം, കാരണം അത് ആൾക്കാർ കേൾക്കണം. അതെ. അതുപോലെ തന്നെ ഈ ഇയോൺ ആണെങ്കിലോ, ഇയോൺ 2018 ഇയോൺ ആണ്. ഇത് സ്മിർനോഫ് എന്നൊക്കെ അടിച്ചേക്കുന്നത്. അജുവാണോ ഇത് അടിച്ചത്? 2018 ഇയോൺ ആണിത്. വണ്ടി ലോ കിലോമീറ്റർ ആണ്. 40,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ 2,60,000 രൂപ ഇട്ടുന്നത്. ഇത് നമ്മുടെ വണ്ടിയാണ്, പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയല്ല. നേരത്തെ ഇരുന്ന പാർക്ക് ആൻഡ് സെയിൽ ആയിരുന്നു 16 വണ്ടി. ഇത് 18 വണ്ടിയാണ്. നമ്മൾ 260 ഇട്ടിരുന്നു. മാഗ്ന പ്ലസ് 260 ഇട്ടിരുന്നു. 30,000 ഓഫർ 2,30,000 രൂപയ്ക്ക് 2018 വണ്ടി. 2018 വണ്ടി 2,30,000 ഫുൾ ലോൺ കൊടുത്തേക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, മറ്റേ 16 വണ്ടി ഓണറോട് കൊണ്ടുപോകാൻ പറ. വേറെ എന്ത് പറയാം, അത് പറയാൻ പറ്റും. ഒരാൾ നമുക്ക് കൊണ്ടിട്ടേക്കല്ലേ. അപ്പൊ 2018 വണ്ടി നിങ്ങൾക്ക് 30,000 ഓഫർ വെച്ച് 2,30,000 രൂപ ഞാൻ തന്നേക്കാം. 42,000 കിലോമീറ്റർ മാത്രം ഓടി. അതും 18 ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതെ. അത് കൊള്ളാട്ടോ. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടി, പ്രൈസും കിട്ടുവാണ്. അടുത്ത് വരുവാണെങ്കിൽ 2020 മോഡൽ RX-Z സിംഗിൾ ഓണർ വണ്ടിയാണ്. RX-Z 2020 വണ്ടിയാണ്. ഇതിനകത്താണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 പവറിന്റെ 2 എയർ ബാഗ്, ABS, പിന്നെ മറ്റേ പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. 7 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ പാവങ്ങളുടെ ഇന്നോവ എന്നറിയപ്പെടുന്ന ട്രൈബറാണ് ഈ വാഹനം. ഇതേ കളറിൽ കൊല്ലത്ത് ഒരെണ്ണമുണ്ടായിരുന്നു. അത് 10,000 കിലോമീറ്റർ ആയിരുന്നു. ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2020 RX-Z. 20 RX ആണല്ലേ? അതെ. പക്ഷേ ഇന്ത്യയിലൊക്കെ അടിപൊളിയാട്ടോ. നല്ല ക്ലീൻ അല്ലേ വണ്ടി? കറക്റ്റ് കിലോമീറ്റർ പറഞ്ഞാൽ 78,679 ആണ്. അത്രയുണ്ട്. എല്ലാം കൊണ്ടും വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഈ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. 5,60,000 രൂപയ്ക്ക് നമുക്ക് കൊടുത്തേക്കാം. 5.5 ലക്ഷം വരെ ലോൺ കൊടുക്കാം. 6 രൂപയ്ക്ക് വിൽക്കായിട്ടുന്നതാ. 40,000 ഓഫർ ഉണ്ട്. കഴിഞ്ഞ വീഡിയോക്ക് നോക്കിയാൽ മതി. 6 ലക്ഷം ഞാൻ പറഞ്ഞ വണ്ടി. നമ്മൾ 40,000 ഓഫർ 5,60,000 രൂപ കൊടുക്കാം. 5.5 വരെ ലോണും പാസ്സായി കിടക്കാം. മാക്സിമം ഫുൾ ലോൺ വേണമെങ്കിൽ കേട്ടിത്തരാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു നെക്സോൺ 2019 മോഡലാണ് ഈ വണ്ടി. 2019 സിംഗിൾ ഓണർ വണ്ടിയാണ്. 42,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമ്മളിത് 19 സിംഗിൾ ഓണർ എന്നൊക്കെ പറയുമ്പോൾ ക്വാളിറ്റി പക്കയായിരിക്കുമല്ലോ അല്ലേ? ക്വാളിറ്റി നല്ല വണ്ടിയാണ്. നോക്കിയോ ഇന്ത്യയിൽ ഒന്നും മോശമൊന്നുമില്ല കേട്ടോ. ഇത് വേരിയന്റ് XT ആണെന്ന് തോന്നുന്നു അല്ലേ? XM ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷേ എല്ലാ ഫീച്ചേഴ്സും വരും. നല്ല 4 പുത്തൻ ടയറും കിടപ്പുണ്ട് കേട്ടോ. അതെ. വേറെ അപാകത എന്തെങ്കിലും ഉണ്ടോ? ഒരു അപാകതയില്ല. ഈ വണ്ടിക്കൊന്നും ഒരു അപാകതയോ കാര്യങ്ങളോ ഒന്നുമില്ല. 19 ഓടി എത്രയെന്ന് പറഞ്ഞാൽ? ഇത് കിലോമീറ്റർ, ഒരു മിനിറ്റ്, കിലോമീറ്റർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 42,000 കിലോമീറ്റർ. ഒന്നുമില്ല. നമുക്കിത് 6 ലക്ഷം രൂപ ഇട്ടുന്ന വണ്ടിയാണ്. 25,000 ഓഫർ വെച്ചിട്ട് 5,70,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ നമുക്ക് 5 രൂപ ലോണും കൊടുക്കാം. ഒരു 25,000 രൂപ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ട്രൈബറും കൂടി കാണിച്ചു തരാം. നല്ല വെള്ള കളറിൽ സുന്ദരക്കുട്ടൻ. പിന്നെ ഈ ഡ്രൈവറിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഈ വണ്ടിക്ക് ക്ലച്ച് ഇല്ല. ക്ലച്ച് ഇല്ല അല്ലേ? ക്ലച്ച് ഇല്ല. ഗിയർ ഇടാണ്ട് ഓടിക്കാം. അതെ, ഗിയർ ഇട്ടോണ്ട് ഓടിക്കാം. ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. 2019 വണ്ടിയാണ് ഈ വണ്ടി. 19 ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക്. 19 അല്ല, സോറി, ഇത് 2020 ആണ്. 20 വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ വണ്ടി ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ. ടച്ച് സ്ക്രീൻ സെറ്റ് ഉണ്ട്. ഈ പറയുന്ന പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. നല്ല ക്ലീൻ വണ്ടിയാണ്. കമ്പനി എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഉണ്ട്. ആ സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. 50,000 കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുള്ളൂ. 7 സീറ്റ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. നിങ്ങൾക്ക് നമ്മൾ 6.25 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് ഇട്ടേക്കുന്നത്. 21 6.25 ലക്ഷം രൂപയാണ് ഈ വണ്ടി ഇട്ടേക്കുന്നത് നമ്മൾ പ്രൈസ്. നിങ്ങൾക്ക് നമ്മൾ 5,70,000 രൂപ തന്നേക്കാം. 50 രൂപ ഓഫർ. 50,000 രൂപ ഓഫർ. അതും 6 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാൻ ലോണും ചെയ്ത് തന്നേക്കാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പിന്നെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ ഇതൊന്നും അപാകത ഉള്ളത് കൊണ്ട് കുറയ്ക്കുന്നതല്ലോ അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും അപാകത ഉണ്ട് എന്ന് പറഞ്ഞാൽ വണ്ടി വെറുതെ കൊടുത്തേക്കാം. ഒന്നും നോക്കാനില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കമന്റ് ഇടുന്നതിന് മുമ്പ് ദയവ് ചെയ്തിട്ട് വണ്ടിയേക്കാൾ കുറഞ്ഞ ഇടിച്ചതോ വെള്ളത്തിൽ പോയോ വണ്ടികൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല. അപ്പൊ എടുക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വണ്ടികൾക്ക് നമ്മൾ ഏറെക്കുറെ നമ്മൾ വാറന്റി ഇഷ്യൂ ചെയ്യുന്നതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ?
പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ വിലയ്ക്ക് കൊടുക്കുന്നത് വെച്ചാൽ ഈ വർഷം നമ്മൾ തീരാൻ പോവാണ്. അപ്പോൾ ഈ വർഷത്തിൽ ഈ മാസം ഏറെക്കുറെ ഒരു ജനുവരി 5 വരെ നമ്മുടെ ഈ ഓഫർ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് വെച്ച് നിങ്ങൾക്ക് മാക്സിമം ഇവിടുന്ന് വണ്ടി വരും. ഇപ്പോൾ ഒരു 5-ാം തീയതി കഴിഞ്ഞിട്ട് റോഡ് മാസിന്റെ ആൾക്കാർ വന്നാൽ നിങ്ങൾ അതത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കണം. 20 മോഡൽ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് 575 അല്ലേ? 570 ചലഞ്ചിങ് ആണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു അല്ലേ? തീർച്ചയായിട്ടും. ഇത് ന്യൂ ഷേപ്പ് ഒരു ആൾട്ടോ കേട്ടൺ ന്യൂ ഷേപ്പ് 2022 മോഡലാണ്. 22 മോഡലാണ്. ഈ വണ്ടി നമുക്ക് ഈ പറയുന്ന കണക്ക് 4,25,000 രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്ന വണ്ടി നമുക്ക് 25,000 ഓഫറിൽ 4 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. 4 ലക്ഷം രൂപയ്ക്ക് ഏറെക്കുറെ നിങ്ങൾക്ക് ഫുൾ ലോണും തന്നേക്കാം. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഫുൾ ലോൺ ആണ്. അതായത് ആൾട്ടോ ഒന്ന് അപ്ഡേറ്റഡ് ആയി ഇറങ്ങിയതാണ്. അതെ, 22 വണ്ടി 12ാം മാസം വണ്ടിയാണ്. നമുക്ക് കറക്റ്റ് എക്സാക്ട് ഡേറ്റ് ചോദിക്കാം 9/12/2022. ഇത് ഓടിയോ 30,000 കിലോമീറ്റർ. ജെനുവിൻ, ഒറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക ഹിസ്റ്ററി ഉള്ള നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. 4 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം. നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം. 22 വണ്ടി ഫുൾ ലോണും കൊടുക്കാം. ഫുൾ ലോൺ മേലെ കയറും. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. അടുത്ത് പറയുകയാണെങ്കിൽ 2015 മോഡൽ കിഡ് ആണുള്ളത്. 2015 മോഡൽ കിഡ് ഈ വരുന്ന ആൾക്കാർക്ക്, പാവങ്ങൾ, അതായത് ഈ ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് ഏറെക്കുറെ ഒരു 1.25 ലക്ഷം രൂപ ലോൺ പാസ്സായി കിടക്കാണ്. അല്ല, ഇത് മോഡൽ 16 വേരിയന്റോ? 16 വേരിയന്റ് RXT. അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സെപ്പറേറ്റ് ഒരു 10 ഇഞ്ചിന്റെ സ്ക്രീൻ ചെയ്ത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇന്റീരിയർ സീറ്റ് അവർക്ക് ലേശം പഴകിയിട്ടുണ്ട്, പക്ഷെ കയറിയിട്ടൊന്നുമില്ല, വൃത്തിയുണ്ട്. ഓടിയത് എത്രയാ ബ്രോ? ഓടിയത് ഇത് 70,000 കിലോമീറ്റർ. 70 ഓടി അല്ലേ? 70,000 കിലോമീറ്റർ. അത് നെഗോഷ്യബിൾ അല്ല, കറക്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? കറക്റ്റ്. നമ്മൾ ഈ വണ്ടി 2.40 ഇട്ടിരുന്നായിരുന്നു വിൽക്കാനായിട്ട്. 50,000 ഓഫറിൽ 1,90,000 രൂപ കൊടുത്തേക്കാം. ശരിക്കും 1.90 70,000 കിലോമീറ്ററിന്റെ കിഡ് ഫുൾ ലോൺ നമുക്ക് കൊടുത്തേക്കാം. അല്ല, ഒരു കാര്യം പറയട്ടെ, പറഞ്ഞ വിലക്കൊക്കെ കൊടുക്കുന്ന അടി കിട്ടുവേ. ഞാൻ ഈ പറഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ റേറ്റിൽ കൂടത്തുമില്ല കുറയത്തുമില്ല. എങ്ങനെ ഒരു പോലും കുറയൂല കൂടുമില്ല. അതെ, ഈ പറഞ്ഞ വിലക്ക് ഞാൻ തന്നിരിക്കും ഈ സാധനം. അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് പ്രൈസിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഇപ്പൊ ഇവിടെ കിടക്കുന്ന എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വേറെ കിട്ടാൻ പാടല്ലേ? ഈ വലിയ പാടാ. നമ്മൾ ഈ വിലക്ക് ആരും കൊടുക്കൂല. അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ. ഇവിടെ ഇത്രയും വണ്ടികൾ കൊണ്ട് നിരന്ന് കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും സുഹേൽ ബ്രോ, നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായും. ഇരുട്ടായി വരുന്നുണ്ടല്ലേ? നല്ല ഇരുട്ടായി വരുന്നുണ്ട്. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ ട്രസ്റ്റ് വാല്യൂ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു, പറഞ്ഞു കൊടുക്കാം. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് കാരക്ക മണ്ഡപമാണ്. അതായത് ട്രിവാൻഡ്രത്ത് നമ്മൾ നെയ്യാറ്റിൻകര പോകുന്ന റൂട്ട്. ട്രിവാൻഡ്രത്ത് തമ്പാനൂർ ജംഗ്ഷനിൽ കറക്റ്റ് 5 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ ഈ കാരക്ക മണ്ഡപത്തും ഇവിടെ നമ്മൾ അതായത് ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ യൂ ടേൺ അടിച്ച് തിരിച്ച് വീണ്ടും ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന റോഡ് തന്നെയാണ് ഇത്. ഈ നെയ്യാറ്റിൻകരയ്ക്ക് വരുന്നവർക്ക് ആ റോഡ് തന്നെയാണ്. ട്രിവാൻഡ്രത്ത് വരുന്നവർക്ക് ട്രിവാൻഡ്രത്ത് യൂ ടേൺ ഇവിടെ വന്നിട്ട് കാരക്ക മണ്ഡപം യൂ ടേൺ അടിച്ചിട്ട് ഇവിടെ ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന വഴി. പിന്നെ വേറെ കേസ് കൂടി പറഞ്ഞാൽ ഇവരുടെ ഇപ്പൊ ഇവിടുത്തെ നിലവിൽ നമ്മൾ സാധാരണ കാണിക്കുന്നതിനൊക്കെ കുറച്ച് സ്റ്റോക്ക് കുറവാണല്ലേ? പിന്നെ അതിനു വേണ്ടി കൊല്ലത്ത് കിടപ്പുണ്ട്. അവിടുത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അവിടുത്തെ വണ്ടിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരും കേട്ടോ. തീർച്ചയായിട്ടും ആൾക്കാർക്ക് എന്ത് സഹായമാണോ ഒക്കെ. പിന്നെ വേറൊരു കാര്യം, ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ കോഴിക്കോടാണെങ്കിലും പാലക്കാടാണെങ്കിലും കാസർഗോഡാണെങ്കിലും നമ്മൾ ലോണും ചെയ്യും. നിങ്ങൾക്ക് വീട്ടിൽ വണ്ടി എത്തിച്ചു തരും അല്ലേ? തമിഴ്നാട്ടിൽ വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതിലും വലുതൊന്നും അല്ലല്ലോ, ചെന്നൈ അടുത്തെങ്ങാണ്ട്. അപ്പോൾ എന്ത് സൗകര്യങ്ങളും നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ വന്നാൽ നിങ്ങൾക്ക് വേണ്ട ചെയ്തു തരും. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തരുള്ളൂ. ഇപ്രാവശ്യത്തെ വില എന്തായാലും ഒട്ടും കൂടുതലാണ്. ആരും കമന്റ് ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കമന്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ആ ഒരു ക്വാളിറ്റിയുള്ള വണ്ടി അതിനേക്കാൾ വില കുറച്ചിട്ടല്ലെങ്കിലും കൊണ്ടുവന്നാൽ നമ്മൾ എടുക്കും. ഇവരെടുക്കുകയും ചെയ്യും കേട്ടോ. തോമസ് അല്ല, ഇവർ ശരിക്കും പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. അടുത്തൊരു കിരൽ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും